ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, കടൽ കടന്ന കനൽ വഴികൾ പാഠവും പൊരുളും വർത്തമാന പുസ്തകം ഒരു ചരിത്ര വിചാരം പഠന പരമ്പര മുന്നോട്ട് പോവുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 41-ാം പാഠമാണ്. 215 മുതൽ 218 വരെയുള്ള പേജുകളിലാണ് 41-ാം പാഠം കാണുന്നത്. 39-ാമത്തെ ക്ലാസ്സാണ്. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഈശോയെ, നിൻ്റെ കരുണയേറിയ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ നൽകി ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും മനസ്സിനെ ശ്രദ്ധപ്പെടുത്തുകയും ഞങ്ങൾക്ക് ആവശ്യമായ സകല കൃപാവരങ്ങളും സമൃദ്ധമായി നൽകുകയും ചെയ്യണമേ. ഈശോയെ, വർത്തമാന പുസ്തകത്തെക്കുറിച്ചുള്ള ഞങ്ങളുടെ പഠനങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കൂടുതൽ തീഷ്ണതയോടെ ഈ പാഠങ്ങൾ പഠിക്കുവാനും അതിൽ വളരുവാനുമുള്ള കൃപയും അനുഗ്രഹവും നൽകണമേ. ഈശോ ഞങ്ങളുടെ മേ കരുണയായിരിക്കണമേ. ഈശോ ഞങ്ങളുടെ മേ കൃപയായിരിക്കണമേ. പരിശുദ്ധമേ മാതാവേ, മാർ യോസേപ്പേ, എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും ചെയ്യണമേ. പ്രിയ സഹോദരങ്ങളെ, യോഹന്നാൻ പാതിരിയുടെ റോമാ സന്ദർശനവും അധികാരമോഹവും വളരെ വ്യക്തമായി വിവരിക്കുന്ന 41-ാം പാഠത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. മലങ്കര സഭയുടെ ചരിത്രരേഖയാണ് വർത്തമാന പുസ്തകമെന്ന് നമുക്കറിയാം. ഈ ഭാഗത്തിൽ അധികാരത്തിനു വേണ്ടി സഭാധികാരികൾ എങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാം എന്നതിൻ്റെയും വ്യക്തി താൽപ്പര്യങ്ങൾക്കായി സഭയെ കരുവാക്കുന്നതിൻ്റെയും ഒരു നേർചിത്രം ഗ്രന്ഥകാരൻ വരച്ചു കാണിക്കുകയാണ്. ഇവിടെ പതിവ് പോലെ നമ്മുടെ 5 ആശയങ്ങളായിട്ടാണ് ഇന്നത്തെ ക്ലാസ്സും ക്രമീകരിച്ചിരിക്കുക. 1. തന്ത്രപരമായ റോമാ സന്ദർശനം. യോഹന്നാൻ പാതിരി മലങ്കരയിലെ പള്ളിക്കാരുമായി പിണങ്ങി 2 നസ്രാണി യുവാക്കളെയും കൂട്ടി റോമിലേക്ക് കടന്നു. തൻ്റെ സ്വാധീനം വർദ്ധിപ്പിക്കാനായി ഈ യുവാക്കളെ പ്രൊപ്പഗാന്ധാ സെമിനാരിയിൽ ചേർക്കുകയും മലങ്കരയിലെ ജനങ്ങളുടെ ഏകരക്ഷകൻ താനാണെന്ന് കർദിനാൾ കസ്തല്ലിയെയും സെക്രട്ടറി സ്റ്റീഫൻ ബോർജിയയെയും വിശ്വസിപ്പിക്കുകയും ചെയ്തു. സാലസ് മെത്രാനെതിരെയുള്ള കുപ്രചരണങ്ങൾ. അന്നത്തെ വികാരി അപ്പസ്തോലിക്കയായിരുന്ന സാലസ് മെത്രാനെ സ്ഥാനത്ത് നിന്ന് നീക്കുക എന്നതായിരുന്നു പാതിരിയുടെ പ്രധാന ലക്ഷ്യം. മെത്രാൻ റോമിലെ കൽപ്പനകൾ ലംഘിക്കുന്നുവെന്നും ദുസ്വഭാവിയാണെന്നും അദ്ദേഹം ആരോപിച്ചു. മലങ്കരയിലെ സമാധാനം നശിപ്പിക്കുന്നത് മെത്രാനാണെന്നും അത് പരിഹരിക്കാൻ താനാണ് പാടുപെടുന്നതെന്നും അദ്ദേഹം കള്ളം പറഞ്ഞു. 3-ാമത്തെ കാര്യം, അധികാരത്തിലേക്കുള്ള വഴിത്താര. സാലസ് മെത്രാനെ മാറ്റി ബോംബെയിലെ മാർ കാറോസ ലോസ മെത്രാനെ താൽക്കാലികമായി നിയമിക്കാൻ പാതിരി റോമിനെ കൊണ്ട് കൽപ്പിച്ചു. ഇതിനിടയിൽ അടുത്ത മെത്രാൻ താനായിരിക്കണമെന്ന് ഉറപ്പിക്കാൻ ഉന്നത തലങ്ങളിൽ രഹസ്യമായ ശുപാർശകൾ നടത്തി. എന്നാൽ പുറമേ തനിക്ക് സ്ഥാനമാനങ്ങളിൽ താൽപ്പര്യമില്ലെന്ന് കാണിക്കാൻ അദ്ദേഹം സ്വന്തം നാടായ മിലാനിലേക്ക് മടങ്ങിപ്പോയി. 4-ാമത്തെ ആശയം, കപടവിനയത്തിൻ്റെ നാടകം. റോമിലെ അധികാരികൾ പാതിരിയെ തിരിച്ചു വിളിച്ച് മെത്രാൻ സ്ഥാനം ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടു. ആദ്യം താൻ അയോഗ്യനാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ച അദ്ദേഹം വലിയ നിർബന്ധത്തിന് വഴങ്ങുന്നു എന്ന മട്ടിലാണ് ഒടുവിൽ സമ്മതം മൂളിയത്. ഇതിനെ ഗ്രന്ഥകർത്താവ് വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ചെന്നായുടെ ഹൃദയത്തെ മൂടിയ കുഞ്ഞാടിൻ്റെ കുപ്പായം എന്നാണ് ഗ്രന്ഥകർത്താവ് ഈ പാതിരിയുടെ സ്വഭാവത്തെ വിശേഷിപ്പിക്കുക. 5-ാമത്തെ കാര്യം, മലങ്കര പ്രതിനിധികളെ സ്വാധീനിക്കാനുള്ള ശ്രമം. ഇതേസമയം മലങ്കരയിൽ നിന്നുള്ള പ്രതിനിധികളായ പാറേമാക്കൽ തോമാക്കത്തനാരും സംഘവും റോമിലേക്ക് പുറപ്പെട്ടിരുന്നു. അവർ ജനോവയിൽ എത്തിയതറിഞ്ഞ പാതിരി അവരെ തൻ്റെ പക്ഷത്താക്കാനും തൻ്റെ മെത്രാൻ സ്ഥാനം ഉറപ്പിക്കാനുമായി ലത്തീൻ ഭാഷയിൽ സ്നേഹപൂർവ്വം ഒരു കത്തയച്ചു. ഇത് വെറും സ്നേഹമല്ല, മറിച്ച് തൻ്റെ അധികാരം നിലനിർത്താനുള്ള ഒരു തന്ത്രമായിരുന്നു. നമ്മുടെ ക്ലാസ് സമാപിക്കുകയാണ്. ചോദ്യോത്തരങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. യോഹന്നാൻ ദെ സന്താ മർഗരീത്ത എന്ന പാതിരി ഏത് സഭയിലെ അംഗമായിരുന്നു? നിഷ്പാദുക കർമ്മലീത്ത.
പാതിരി റോമിൽ ആരെയാണ് കണ്ട് സംസാരിച്ചത്? കർദിനാൾ ക്രിസ്തല്ലി, അതുപോലെ സ്റ്റീഫൻ ബോർജിയ. റോമിലെ അധികാരികളെ ബോധ്യപ്പെടുത്താൻ പാതിരി മലങ്കരയിൽ നിന്നും ആരെയാണ് കൊണ്ടുപോയത്? 2 മലങ്കര നസ്രാണി യുവാക്കളെ. സാലസ് മെത്രാനെതിരെ പാതിരി ഉന്നയിച്ച പ്രധാന ആരോപണം എന്ത്? അദ്ദേഹം റോമിലെ കൽപ്പനകൾ അനുസരിക്കുന്നില്ലെന്നും ദുസ്വഭാവം കൊണ്ട് മലങ്കരയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്നും. സാലസ് മെത്രാനെ മാറ്റിയപ്പോൾ താൽക്കാലിക ചുമതല നൽകാൻ തീരുമാനിച്ചത് ആർക്കായിരുന്നു? ബോംബെയിലെ വികാരി അപ്പസ്തോലിക്കയായിരുന്ന മാർ കറോസലോസ മെത്രാൻ. യോഹന്നാൻ പാതിരിയുടെ ജന്മനാട് ഏതാണ്? ഇറ്റലിയിലെ മിലാൻ. യോഹന്നാൻ പാതിരിയുടെ സ്വഭാവത്തെ ഗ്രന്ഥകർത്താവ് ഉപമിച്ചത് എന്തിനോടാണ്? ചെന്നായുടെ ഹൃദയത്തെ മൂടിയ കുഞ്ഞാടിൻ്റെ കുപ്പായത്തോട്. പാതിരി മെത്രാൻ സ്ഥാനത്തിനായി കാട്ടിയ വിനയത്തെ കപടവിനയമെന്ന് വിളിക്കാൻ കാരണമെന്ത്? പുറമേ വിനയം കാണിക്കുമ്പോഴും അകമേ മെത്രാൻ സ്ഥാനം നേടാൻ അദ്ദേഹം പലയിടത്തും ശുപാർശകൾ നടത്തിയിരുന്നു. മലങ്കരയിലെ പള്ളിക്കാർ എവിടെ വെച്ചാണ് പാതിരിക്കെതിരെ പടിയോല എഴുതിയത്? ആലങ്ങാട്ട് വെച്ച്. പാതിരിക്ക് മെത്രാൻ സ്ഥാനം നൽകണമെന്ന് വാദിച്ചവർ ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാം? അദ്ദേഹത്തിന് മലയാളം അറിയാം, മലങ്കര ജനങ്ങളെ പരിചയമുണ്ട്, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മിടുക്കനാണ്. മലങ്കര പ്രതിനിധികൾക്ക് പാതിരി കത്തയച്ചത് ഏത് നഗരത്തിൽ വെച്ചാണ്? ജനോവ. പാതിരി ഈ കത്തയച്ചതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരുന്നു? മലങ്കര പ്രതിനിധികളെ തൻ്റെ പക്ഷത്താക്കി മെത്രാൻ കസേര ഉറപ്പിക്കുക.